എല്ലാവർക്കും നമസ്കാരം. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ ഏതൊരു അർജന്റീന ആരാധകന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന നീലയും വെള്ളയും വരെയുള്ള ജേഴ്സി, അതെ, നമ്മുടെ സ്വന്തം അർജന്റീന. കുറച്ചു കഴിഞ്ഞ വർഷങ്ങളായി ഫുട്ബോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അർജന്റീനയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശോക്തിയില്ല. 2021 കോപ്പ അമേരിക്ക, 2022 ഫൈനലിസമ, പിന്നെ ഖത്തറിന്റെ മണ്ണിൽ വെച്ച് മെസ്സിയും കൂട്ടരും മുത്തമിട്ട ആ ലോക കിരീടം അവിടെയും തീർന്നില്ല. കഴിഞ്ഞ കോപ്പ അമേരിക്കയും തൂക്കി ഏഷ്യയും യൂറോപ്പും അമേരിക്കയും ഒരുപോലെ ഭരിക്കുകയാണ് സ്കലോണിയുടെ ഈ പടയാളികൾ. നിങ്ങൾ എത്ര പേർ കട്ട അർജന്റീന ഫാനാണെന്ന് ഇപ്പോൾ തന്നെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സ്ക്വാഡ് ബിൽഡപ്പും പ്രധാന താരങ്ങളും. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഈ ടീമിന്റെ ബിൽഡ് ആപ്പിലേക്ക് വരാം. ലയണൽ സ്കലോണി എന്ന തന്ത്രശാലിയായ കോച്ചിന് കീഴിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് അർജന്റീനയ്ക്ക് ഇപ്പോഴുള്ളത്. ദി ഗോട്ട് സാക്ഷാൽ ലയണൽ മെസ്സി 39 വയസ്സിലും തന്റെ 6ാം ലോകകപ്പിനായി നമ്മുടെ ക്യാപ്റ്റൻ മെസ്സി മുന്നിൽ തന്നെയുണ്ട്. ഇന്റർ മിയാമിക്ക് വേണ്ടി തകർപ്പൻ ഫോമിൽ കളിക്കുന്ന മെസ്സി തന്നെയാണ് ഈ ടീമിന്റെ ജീവനും ആത്മാവും. ഗോൾവലിക്ക് മുന്നിൽ ആരെയും ഭയപ്പെടുത്തുന്ന എമി മാർട്ടിനസ്, അതെ, നമ്മുടെ എമിലിയാനോ മാർട്ടിനസ്. പെനാൽറ്റികൾ തടുത്തിടുന്നതിൽ ഇദ്ദേഹത്തെ വെല്ലാൻ നിലവിൽ ലോകത്ത് ആരുമില്ല. മിഡ്ഫീൽഡ് ജനറൽമാർ. മധ്യനിരയിൽ കളിമെനയൻ റോഡ്രിഗോ ഡി പോൾ, എൻസോ ഫെർണാണ്ടസ്, മെക്കലിസ്റ്റർ എന്നിവയുടെ ആധിപത്യം. യുവ രത്നങ്ങൾ. മുന്നേറ്റ നിരയിൽ ജൂലിയൻ അൽവാരസും ലോട്ടോറോ മാർട്ടിനസും ഗോൾ അടിച്ചുകൂട്ടാൻ റെഡിയാണ്. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ഇറ്റാലിയൻ ക്ലബായ കോമോയിൽ തകർപ്പൻ ഫോമിലുള്ള 21 വയസ്സുകാരൻ നിക്കോളാസ് പാസ് എന്ന പുതിയ വണ്ടർകിഡ് കൂടി ടീമിലേക്ക് വരുന്നത് അർജന്റീനയ്ക്ക് ഇരട്ടി ശക്തിയാണ് നൽകുന്നത്. വരാനിരിക്കുന്ന വമ്പൻ മത്സരങ്ങൾ. അർജന്റീന ആരാധകർ ഏറ്റവും ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ആ മത്സരങ്ങളിലേക്ക് വരാം. 2026 ലോകകപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ജൂൺ മാസത്തിൽ ആരംഭിക്കുകയാണ്. ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീന മത്സരിക്കുന്നത്. കലണ്ടർ കുറിച്ചു വെച്ചോളൂ. ഇതാണ് അർജന്റീനയുടെ മത്സരക്രമം. ജൂൺ 17 വ്യാഴം. ആദ്യ മത്സരത്തിൽ അർജന്റീന കരുത്തരായ അൾജീരിയയാണ് നേരിടുന്നത്. ജൂൺ 22 തിങ്കൾ. രണ്ടാമത്തെ മത്സരത്തിൽ യൂറോപ്യൻ ശക്തികളായ ഓസ്ട്രിയയാണ് എതിരാളികൾ. ജൂൺ 28 ഞായർ. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ അർജന്റീന ജോർദാനെ നേരിടും. തുടർച്ചയായി 2 തവണ ലോകകപ്പ് നേടുന്ന ടീം എന്ന ഇറ്റലിയുടെയും ബ്രസീലിന്റെയും ആ പഴയ റെക്കോർഡിനൊപ്പം എത്താനാണ് മെസ്സിയും കൂട്ടരും അമേരിക്കൻ മണ്ണിലേക്ക് വണ്ടി കയറുന്നത്. സൗത്ത് അമേരിക്കൻ ക്വാളിഫയേഴ്സിൽ ബ്രസീലിന്റെ വരെ ഹോം ആൻഡ് എവേ മത്സരങ്ങളിൽ തോൽപ്പിച്ച് 1ാം സ്ഥാനക്കാരായാണ് അർജന്റീന വരുന്നത്. ആ ഒരു സിംഹാസനം കാത്തുസൂക്ഷിക്കാൻ സ്കലോണിയുടെ പടയ്ക്ക് സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഒന്നുറപ്പാണ്, കളി അമേരിക്കയിലായാലും മെക്സിക്കോയിലായാലും നീലക്കടലിൽ തീർക്കാൻ ആരാധകർ ഒഴുകിയെത്തും. അർജന്റീനയുടെ ഈ പുതിയ സ്ക്വാഡിനെ കുറിച്ചും വരാനിരിക്കുന്ന ലോകകപ്പ് മത്സരങ്ങളെക്കുറിച്ചും ഉള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? മെസ്സി ഇത്തവണയും കപ്പടിക്കുമോ?